അങ്ങനെ ഈ വർഷവും അർത്തുങ്കപ്പള്ളിയിൽ പെരുന്നാൾ കൂടാനായിട്ട് ഞങ്ങൾ പോയി. രാത്രിയിലാണ് കേട്ടോ പോയത്. ഒരുപാട് വൈകിയാണ് പോയത്. 10 മണിയോളം ആയിട്ടാണ് പോയത്. കുറച്ചൊക്കെ തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. പള്ളിയിൽ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കുറച്ചു നേരം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് വെളുത്തച്ഛനെ ഒന്ന് കണ്ടു തൊഴാനായിട്ട് പറ്റിയത്. വലിയ പള്ളിയുടെ തൊട്ടു പിറകിലായിട്ടാണ് ചെറിയ പള്ളിയുള്ളത്. പണ്ടത്തെ പുരാതന കാലത്തെ പള്ളിയാണ് ഈ കാണുന്നത്. മുൻപേയൊക്കെ ഈ പള്ളിയുടെ ഈ ഒരു സൈഡിലൊക്കെയും കടകളൊക്കെ നിറച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 വർഷമായിട്ട് ഈ ഒരു ഭാഗത്ത് കടകളൊന്നും അങ്ങനെ ഇല്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് പോകുന്ന റൂട്ടാണ്. കുറച്ച് ദൂരം നടക്കണം, 1 കിലോമീറ്ററോളം നടക്കണം. ആദ്യമേ മോനൊരു കാറ് വാങ്ങിക്കാനായിട്ടാണ് കയറിയത്. കാരണം കളിപ്പാട്ടക്കട കാണുമ്പോൾ തന്നെ അവന് കാറ് വേണമെന്ന് പറഞ്ഞ് ബഹളമായിരിക്കും. പിന്നെ ആദ്യമേ അത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കും വഴക്കൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതിന് ശേഷം ഈ കാണുന്ന ജയൻറ്റ് വീലിൽ കയറാനായിട്ട് ഞങ്ങൾ പോയത് കേട്ടോ. പക്ഷേ ഒരു 10:30-ക്കാണ് ഞങ്ങൾ ഇതിലേക്ക് കയറിയത്. പക്ഷേ 10:45 തന്നെ പോലീസ് വന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു. കാരണം 10 മണിക്ക് ശേഷം ഇതുപോലുള്ള പ്രോഗ്രാമുകളൊന്നും പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ ഒരു 11 മണി സമയത്ത് തിരക്കായി കാണുന്നത്. എല്ലാവരും പള്ളിയിൽ വന്നതിന് ശേഷം ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ 2 സൈഡിലും നിറയെ കടകളാണ്. ഇഷ്ടം പോലെ അതേ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ മാലയും വളയും കമ്മലും ഒന്നും പറയണ്ട, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. സെലക്ഷൻ അടിപൊളിയാണ്.
പിന്നെ കുറേ ദൂരം നടന്നതിന് ശേഷം പിന്നെ എല്ലാവർക്കും വിശപ്പായി, ദാഹമായി. പിന്നെ ഞങ്ങൾ മുളക് ബജ്ജിയും അതുപോലെ കോളിഫ്ലവർ ബജ്ജിയൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ബജ്ജികളിൽ നിന്ന് ബജ്ജികളെല്ലാം വാങ്ങിച്ച് വെച്ച് ഞങ്ങൾ നേരെ കടപ്പുറത്ത് പോയി അതെല്ലാം കഴിച്ചു കേട്ടോ. അതൊന്നും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങളിൽ മിസ്സായിപ്പോയി. തിരക്ക് കാരണം നമുക്ക് ഫോണിങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടപ്പുറത്തിരുന്ന് ഞങ്ങൾ ബജ്ജി കഴിച്ചതിന് ശേഷം പിന്നെ തിരിച്ചു പോവുക കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരാറായപ്പോഴത്തേക്കും ഏകദേശം ഒരു 2 മണി സമയമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തിരക്കാണ് ഈ കാണുന്നത്. രാത്രി 2 മണി സമയത്ത് തിരക്കാണ് ഈ കാണുന്നത്. അപ്പോഴും ആൾക്കാർ ശരിക്കും വന്നുകൊണ്ടിരിക്കുക. പിന്നെ പോകുന്ന വഴിക്ക് കുഞ്ഞിനൊരു പെൻസിലും വാങ്ങിച്ച് അങ്ങനെ ഈ വർഷത്തെ അത്തങ്കപ്പള്ളിയിലെ പെരുന്നാളും കൂടി ഞങ്ങൾ സന്തോഷമായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് പള്ളിമുറ്റത്ത് ഇത്രയും തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.